എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ണിയപ്പ ബിസിനസിനെ കുറിച്ചാണ്. അപ്പൊ ഉണ്ണിയപ്പം നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാം. കാരണം നമുക്ക് അരിപ്പൊടി വെച്ച് ചെയ്യാം, അതുപോലെ തന്നെ റവ മൈദ വെച്ച് ചെയ്യാം, ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാം. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇവിടെ വീടുകളിൽ നമുക്ക് കഴിക്കാനാണെങ്കിൽ നമുക്ക് മൈദയും റവയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാൻ സാധിക്കും. കടകളിലൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഉണ്ണിയപ്പം വളരെ സോഫ്റ്റ് ആയിരിക്കും. കയ്യിൽ എടുക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ അതിൽ ഭയങ്കര എണ്ണയായിരിക്കും അല്ലെ. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മൈദ ചേർത്ത് ഉണ്ടാക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു ഉണ്ണിയപ്പത്തില് സോഡാപ്പൊടി ചേർത്തിട്ടാണ് അങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നല്ല ടേസ്റ്റോടുകൂടി കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ ഞാൻ പഴം വരട്ടുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും നമ്മൾ ഇതുപോലുള്ള ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ പഴമൊക്കെ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് വീണ്ടും പഴമൊക്കെ വാങ്ങിക്കാൻ പോകാൻ ബുദ്ധിമുട്ടാകും. സമയത്ത് കൂടുതൽ പഴം വാങ്ങി വെച്ചിട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ജോലിക്ക് വളരെ എളുപ്പമാകും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനായിട്ടൊരു മാർഗമാണ് അരി അരച്ചെടുക്കണം. അരി വെള്ളത്തിൽ 7 മണിക്കൂർ കുതിർത്തി അരച്ചെടുത്തതിന് ശേഷം അത് രാത്രി മുഴുവനും തന്നെ കലക്കി വെക്കണം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. രാത്രി മുഴുവനും കലക്കി വെച്ചതിന് ശേഷം ആ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കുവാണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. കടകളിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു 7 ദിവസമൊക്കെ നമുക്ക് പാക്കറ്റില് നിങ്ങൾക്ക് 7 ദിവസം അതിനകത്ത് ഡേറ്റ് കാണിക്കാൻ സാധിക്കും. ഇനിയും ഇതുപോലുള്ള നല്ലൊരു അറിവായിട്ട് നാളെ ഞാൻ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.